സുപ്രഭാതം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസം എനിക്ക് കുടകിലകപ്പെട്ടു പോയ മലയാളി ശരണ്യയെക്കുറിച്ചാണ് രണ്ട് വാക്ക് പറയാനുള്ളത്. ശരണ്യ 2-ാം തീയതിയാണ് ട്രക്കിങ്ങിന് പോകുന്നത്. കുടകിലാണ്. ശരണ്യെ കാണാതായി. 5-ാം തീയതിയാണ് ശരണ്യെ കണ്ടുകിട്ടുന്നത്. ആദ്യം തന്നെ ശരണ്യയുടെ ജീവൻ തിരിച്ചു കിട്ടിയതിനും ആ അന്വേഷണത്തിൽ പങ്കുചേർന്ന കർണാടക, അതോടൊപ്പം തന്നെ കേരള, കർണാടകത്തിലെ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ, ആൻറ്റി നക്സൽ സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, പട്ടാളം, അതോടൊപ്പം പോലീസ്, വന ഉദ്യോഗസ്ഥർക്കെല്ലാം നന്ദി അറിയിക്കുകയാണ്. രണ്ടാമത്, ഈ ശരണ്യയുടെ വാക്കുകൾ ഞാൻ സൂക്ഷിച്ചു വായിക്കുമായിരുന്നു 3-4 പത്രങ്ങളിലൂടെ. അപ്പോൾ ശരണ്യ പറഞ്ഞൊരു കാര്യമുണ്ട്. ശരണ്യ പറഞ്ഞു, എനിക്ക് വഴിതെറ്റിയപ്പോഴേ എന്താ ചെയ്തത്, ഞാൻ ഇമ്മീഡിയറ്റ്ലി ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഉള്ള ചാർജിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശരണ്യ രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് വെള്ളം കിട്ടുന്ന അരുവിയുടെ അടുത്താണ് ഞാൻ പോയി കിടക്കാൻ ആഗ്രഹിച്ചത്. അത് പ്രധാനപ്പെട്ട കാര്യം. ആമസോണിലൊക്കെ അകപ്പെട്ടു പോയ, യുദ്ധത്തിലൊക്കെ പെട്ട, അല്ലെങ്കിൽ ഹെലികോപ്റ്ററൊക്കെ തകർന്നു വീണ ആളുകളുടെ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരെപ്പോഴും വെള്ളം ഒഴുകുന്ന സ്ഥലത്തേക്ക് മാറി ആമസോണിലൊക്കെ പെട്ടതാണ്. വെള്ളം ഒഴുകുന്ന അതാണ്ട് 5 ലക്ഷത്തിൽ പര ഏക്കറിലാണ് അത് കിടക്കുന്നത്. അപ്പം ആ വെള്ളം ഒഴുകുന്ന അരുവിയുടെ അടുത്തേക്കാണ് പോയത്. മൂന്നാമത് ആ കുട്ടി തിരഞ്ഞെടുത്ത സ്ഥലം വന്യമൃഗങ്ങൾ വരാത്തൊരു സ്ഥലം. അവൾ നോക്കിയത് പാറപ്പുറത്താണ് ആഗ്രഹിച്ചത് പോയി കിടക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിക്ക് അത്യാവശ്യം ഈ വനത്തെക്കുറിച്ച് ചെറിയ നല്ല ബോധമുണ്ട്. അത് ഈ ഇലകളില്ലാത്ത ഉയർന്ന വനം, ഉയർന്ന പാറ. അപ്പം അവിടേക്ക് ഒരു കാരണവശാലും ആ കുട്ടി പറയുന്നതാണ്, വന്യമൃഗങ്ങൾ വരാൻ സാധ്യതയില്ല. 4-മത്തെ കാര്യം കുട്ടി പറഞ്ഞത്, എനിക്ക് തെറ്റ് പറ്റി, എനിക്ക് വഴി തെറ്റിപ്പോയി. ഞാൻ ചെയ്യേണ്ടിയിരുന്ന തെറ്റ്, എനിക്ക് പറ്റിപ്പോയ തെറ്റെന്ന് വെച്ചാൽ വഴി തെറ്റിയപ്പോൾ ഞാൻ തിരിച്ച് നടക്കണമായിരുന്നു. തിരിച്ച് നടന്നിരുന്നെങ്കിൽ എവിടെയെങ്കിലും എനിക്ക് വഴിയിലേക്ക് വരാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഞാൻ വഴി തെറ്റിയതിന് ശേഷവും കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അപ്പോഴത്തേക്ക് എനിക്ക് പ്രശ്നമായി. ആദിവാസികൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പാറയ്ക്ക് ചുറ്റും നടന്നാൽ നിങ്ങൾക്ക് ലൈൻ തെറ്റിപ്പോവും. പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. പ്രിയ സുഹൃത്തെ, ഇതിനകത്ത് ഞാൻ അവസാനം ആ കുട്ടി പറഞ്ഞൊരു കാര്യം, വഴി തെറ്റിപ്പോയാൽ തിരികെ നടക്കുക എന്നത് പാപ്പരത്വമല്ല, അല്ലെങ്കിൽ നമ്മുടെ കുറവല്ല. തെറ്റിപ്പോയാൽ നമ്മൾ ആ തെറ്റെന്ന് അംഗീകരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. തെറ്റെന്ന് അംഗീകരിക്കുകയും തിരിച്ചു പോകാൻ മനസ്സിലാക്കുകയും ജീവിതത്തിലെല്ലാ മേഖലകളിലും ഇതുണ്ടാവണം. പിന്നെ അടുത്തത്, ഈ പെൺകുട്ടിയുടെ ധൈര്യം, മനോധൈര്യം. അത് ഈ മാതാപിതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവളെ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യം, മനോധൈര്യം അപാരമാണ്. 4 ദിവസമായിട്ടും ക്ഷീണമൊന്നുമില്ല, അരുവിയിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി രാത്രിയിൽ അവിടെ നിൽക്കുന്ന ഒരവസരമുണ്ട്. വന്യമൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ കുട്ടി പറഞ്ഞു അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. ഞാൻ ഇന്നത്തെ യുവതയോട് പറയുന്ന ഒറ്റ കാര്യം ഇതാണ്, നിങ്ങൾ ഈ പെൺകുട്ടിയിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പഠിക്കണം. അവിടെ നിശ്ചയദാർഢ്യം, അവിടെ മനോധൈര്യം, ഇതാണ് ശരിക്കുള്ള ട്രെയിനിങ്. ആ ഒരു ട്രെയിനിങ് ഈ കൊച്ചിനെയൊക്കെ IAS ഒക്കെ പഠിപ്പിക്കേണ്ടായിരുന്നു. ശരിക്കും നല്ല മനസ്സോടെ വന്നേനെ. പഠിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, പഠിക്കാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ യുവതിയോടൊക്കെ പറയണം, നമ്മൾ 24 hours മൊബൈലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ല. ജീവിതത്തിലെ ചില പ്രതിബന്ധങ്ങളെ എൻകൗണ്ടർ ചെയ്യാനുള്ള ധൈര്യം, തൻ്റെ ഇടം, ഇത് വേണം. യാത്രയിൽ ഫുൾ ടൈം മൊബൈൽ നോക്കി അതിൻ്റെ ചാർജ് കളയാതെ ഒരു 30% ചാർജെങ്കിലും മൊബൈലിൽ സൂക്ഷിക്കുക. ഒരു 90% മനോധൈര്യം എപ്പോഴും കൂടെ ഉണ്ടാവണം. ഏത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പുറത്തുനിന്ന് ആരും ഒന്ന് രക്ഷിക്കുന്നില്ല എന്ന് കണ്ടാൽ പോലും മനോധൈര്യം നഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കട്ടെ. ശരണ്യ. അഭിവാദനങ്ങൾ. ജോൺസൺ കരൂർ.